ഞാൻ ഈ ചെല്ലണ ജാസ്മിത്താടെ ചെറിയ ബിരിയാണി കടയിലേക്കാണ് ട്ടാ. ബിരിയാണി ഏതൊക്കെ ഉള്ളത്? ബിരിയാണി ഇന്ന് ചിക്കൻ മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച മാത്രം ബീഫും കൂടി നമുക്ക് രണ്ടും തരാട്ടോ. തരാലോ. ബിരിയാണി ഇവര് വീട്ടിൽ തന്നെ ഉണ്ടാക്കണതാണ് ട്ടാ. വേറെ ആരും ഹെൽപ്പിനൊന്നും ഇല്ലാന്നാ പറയണേ. ഇത്തായും കൂടിയാണ് ഉണ്ടാക്കണത്. അതുപോലെ തന്നെ ഇവർക്ക് നേരത്തെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ഇക്കാക്കൊരു വയ്യായിക വന്നത് കൊണ്ട് ഒരു സ്ട്രോക്ക് വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് ചൂടൊന്നും അധികം അടിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് അവര് ചെറിയൊരു സംരംഭം തുടങ്ങിയേക്കണെന്നാ പറയണേ. ഞായറാഴ്ച ദിവസത്തിൽ അധികം കച്ചവടം. എത്ര ബാലൻസ് ഉണ്ട്? നിലവിൽ അവിടെ ഒരു 8-9 ബാലൻസ് ഉണ്ട് ട്ടാ. അതുപോലെ തന്നെ ആരോ വിളിച്ച് ഓർഡർ ചെയ്തേക്കണ 2 മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ പറയുകയാണെങ്കിൽ അതുപോലെ മാറ്റി വെക്കൂട്ടെ. നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഗ്യാപ്പിൽ 2 പേര് വന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് പോയിട്ടാ. 2 ബിരിയാണി 2-3 ബിരിയാണി വാങ്ങിച്ചിട്ട് പോയി. ബാക്കിയുള്ളൊരു 5 ഉണ്ടായിരുന്നു. അത് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞിട്ടാ. അപ്പൊ ഇത്ത ഭയങ്കര ഹാപ്പി ആയി. കാരണം 2 മണിയായിട്ടാ. നേരത്തെ വീട്ടിൽ പോലെന്ന്. അത് കാരണം ഇത്ത ഭയങ്കര ഹാപ്പിയാണ്. പറയാൻ മറന്നു കേട്ടാ, ബിരിയാണിക്ക് വില 100 രൂപ ഉണ്ടാ. അതെ, ഓക്കെ, ശരി. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഒരു പുളി അങ്ങോട്ട് പാസ്സാക്കി. അതിനുശേഷം ഇത്താടെ ബിരിയാണി അങ്ങോട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് അതുപോലെ സലാഡ് കൊടുത്തിട്ട് അച്ചാർ നോക്കിയപ്പോ നമുക്ക് വേണ്ട കേട്ടാ. നാരങ്ങച്ചാറാണ്, അത് വേണ്ട. അതങ്ങോട്ട് മാറ്റി വെച്ച് നേരെ ചിക്കൻ കയറിയായിട്ട് പിടിച്ചിട്ടാ. അതിനുശേഷം പതിയെ ഒന്ന് കൊഴിച്ചവിടെ കഴിച്ചിട്ടുണ്ടല്ലോ. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. സംഭവം കൊള്ളാം. അപ്പൊ എന്റെ ബിരിയാണിയിലേക്ക് നോക്കിയിരിക്കാണ്ട് നിങ്ങളങ്ങോട്ട് ലൊക്കേഷൻ പിടിച്ചോട്ടാ. ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ടില് തോട്ടുമുഖത്തിനും മഹിളാലയത്തിനും ഗ്യാപ്പിലുള്ള റോട്ടിൽ നോക്കിയാണ് ഇത്ത അവിടെ ഇരിപ്പുണ്ട് കേട്ടാ.